മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു മേഘൻ്റെ തല മസാജ് ചെയ്യുന്ന രൂപത്തിൽ മേഘൻ്റെ തലമുടി എടുക്കുകയും സാഗറിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സാഗർ ആണെങ്കിൽ അപ്പുമോൻ്റെ തലയിലെ തലമുടി DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് മുടികളും തമ്മി DNA ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് പോസിറ്റീവാണ്. അങ്ങനെ മഞ്ജു ഉറപ്പിക്കുന്നു മേഘൻ്റെ കുഞ്ഞാണ് ഈ പറയുന്ന അപ്പുമോൻ. അതേസമയം ദുർഗ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നു. കരഞ്ഞു വിളിച്ച് വാമദേവനെയും മറ്റെല്ലാവരെയും വിളിച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് ദുർഗ. എന്നിട്ട് വാമദേവനോട് പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പെങ്ങളല്ലേ ഞാൻ. പലപ്പോഴായി കണ്ണൻ എന്നോട് പറഞ്ഞതാ മേഘനാഥനുമായിട്ടുള്ള മഞ്ജുവിൻ്റെ കല്യാണം വേണ്ട, അവനൊരു കൊള്ളരാത്തവനാണെന്ന്. പക്ഷെ എൻ്റെ അഹങ്കാരത്തിന് ഞാനാണ് മേഘനുമായിട്ടുള്ള കല്യാണം നടത്തി വെച്ചതും അവളുടെ കൈ പിടിച്ച് അവന് കൊടുത്തതും. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ വാമദേവൻ മേഘനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് വിവാഹത്തിന് മുമ്പ് മാനസി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ അറിയാമായിരുന്നോ? അന്നേരം മേഘൻ പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്, അത് ശരിക്കും എനിക്കൊരു അബദ്ധമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, DNA ടെസ്റ്റ് വരെ നടത്തിയെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് നീ തന്നെയാണ്. അതേസമയം ഉണ്ണി ദുർഗാമ്മയോട് ചോദിക്കുന്നുണ്ട്, കേസുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പോവാം. അമ്മ മഞ്ജുവിനെ വിളിച്ചായിരുന്നു. ഇനി അവൾ അവിടെ നിന്നിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. അവന് മറ്റൊരു പെൺകുട്ടിയും അതിലൊരു കുഞ്ഞുമുണ്ട്. ചുമ്മാ എന്തിനാ അവളെ അവിടെ നിർത്തി കൊലയ്ക്ക് കൊടുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് അവളെ വിളിച്ചുകൊണ്ട് വരണം ഇങ്ങോട്ടേക്ക്. എന്തായാലും നമ്മൾ എല്ലാവരും ചേർന്ന് 100-150 പവൻ സ്വർണം കല്യാണത്തിന് അണിയിച്ച് കൊടുത്തു വിട്ടായിരുന്നു. സ്വർണത്തെ പറ്റിയൊന്നും ഞാൻ ചോദിച്ചില്ല. ഇനി അതൊക്കെ അവ എടുത്തോന്നറിയത്തില്ല. അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയേ മാത്രമേ പറ്റൂ. എന്തായാലും ഇതൊക്കെ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാനാകുന്നില്ല. നമ്മൾ ശരിക്കും തോറ്റത് കണ്ണനും മഹാലക്ഷ്മിക്കും മുമ്പിലാണ്. ഇനി അവൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നിൽക്കും? ഉണ്ണി പറയുന്നുണ്ട്, അത് തന്നെയാണ് അമ്മ എൻ്റെ അവസ്ഥ. നമ്മളെല്ലാവരും ചേർന്ന് വലിയ മണ്ടത്തരം കാട്ടിക്കൂട്ടിയോന്നൊരു സംശയമല്ല, യാഥാർത്ഥ്യമാണ്. പിന്നെ നിൻ്റെ ഭാര്യ കരുണയും മഞ്ജുവിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നിന്നു. അവളല്ലേ 10-75 പവൻ സ്വർണം അണിയിച്ച് അവൾക്ക് കല്യാണ സമ്മാനമായിട്ട് കൊടുത്തത്. അമ്മ എന്തായാലും ഈ വിഷയം കരുണ കേൾക്ക പറയണ്ട. എന്തായാലും എൻ്റെ സമാധാനം ഇപ്പം തന്നെ പോയി നിൽക്കുക. ഇനി ഈ വിഷയം കൂടി കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ തോളെ കയറും. അത് കേട്ടിട്ട് ദുർഗ പറയുന്നുണ്ട്, നമുക്ക് പറ്റിയ ഈ തെറ്റിന് കണ്ട പെൺകുട്ടികളെ പഴിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. എന്തായാലും പാവം മഞ്ജു, അവൾക്ക് പറ്റി ഈ ഒരു തെറ്റിനെ തുടർന്ന് അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. ഇപ്പം അവളിപ്പോൾ പറയുന്നത് കണ്ണൻ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നെന്നാ. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനിക്കാം, കല്യാണത്തിന് മുമ്പ് സ്വത്തുക്കളൊന്നും എഴുതി അവളുടെ പേരിൽ കൊടുക്കാഞ്ഞ് നന്നായി. അന്നേരം ദുർഗ പറയുന്നുണ്ട്, നിനക്ക് കണ്ണൻ്റെ സ്വഭാവം അറിയില്ലേ? പല പ്രാവശ്യം പറഞ്ഞു ഈ കല്യാണം നടത്തണ്ടാന്ന്, എന്നിട്ടും കേൾക്കാതെ നമ്മൾ നടത്തിയോണ്ട് നാളത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ എവിടെയെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ മേഘനെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ എൻ്റെ സഹോദരൻ്റെ മകൻ തന്നെയാ. പക്ഷെ ആ ഒരു ബന്ധം പോലും നോക്കാതെ അവൻ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തിരിക്കുന്നത്. എന്തായാലും അവനൊരു തിരിച്ചടി കൊടുക്കണം. അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, സത്യത്തിൽ അവൻ്റെ മുഖം അടിച്ചു പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകരുതമ്മേ. നാളെ ഒരു സമയത്ത് മഞ്ജുവിൻ്റെ ജീവിതം തകർത്തത് നമ്മളാണെന്ന് പറയും. അതുകൊണ്ട് അവൻ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി. അവൻ കാരണം ഈ ബന്ധം തകർന്നെന്നുള്ള രൂപത്തിൽ വന്നാൽ മതിയെന്ന് പറയുമ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അറിഞ്ഞ ഭാവമൊന്നും നടിക്കുന്നില്ല. എന്തായാലും വാമേട്ടനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ നമുക്ക് ഇവിടെ വരുത്തണം. ഇവിടെ വന്നതിന് ശേഷം മാത്രം ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട് എനിക്കെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇനി എന്ത് കാര്യം പറഞ്ഞിട്ട് എന്താണമ്മേ? DNA ടെസ്റ്റിലൂടെ കുഞ്ഞ് അവൻ്റെ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. നാളെ ഒരു സമയത്ത് ആ കുഞ്ഞ് അവൻ്റെ പേരിൽ അവകാശം ചോദിച്ചു വരും. ആ സമയത്ത് പുറത്താകുന്നത് നമ്മുടെ മഞ്ജു തന്നെയായിരിക്കും. അതുകൊണ്ട് അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് കേട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് 2-3 ആഴ്ചയായി. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് ആർക്കറിയാം. എന്തായാലും അവളുടെ ജീവിതം നശിക്കാൻ കാരണക്കാരി ഞാൻ തന്നെയാണ്. ഉണ്ണി പറയുന്നു, അമ്മ വിഷമിച്ചിട്ടൊരു കാര്യമില്ല. എന്തായാലും ഞാൻ പോയി അവളെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വരാം. അതാ നല്ലതെന്ന് ഉണ്ണി പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോൾ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുമായിരിക്കും. അവൾ അവിടെ തന്നെ നിന്നാൽ അവളുടെ സമാധാനം മുഴുവനും പോവും. എന്തെങ്കിലും കടുംകൈ ചെയ്യുമെന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി അവളെ ഇനി കൂട്ടിക്കൊണ്ട് വരണം. ആ വാമേട്ടനെ സത്യം പറഞ്ഞ ഏട്ടനെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല. അത്രമാത്രം ചതിയാ ആ കുടുംബക്കാർ നമ്മളോട് ചെയ്തത്. എന്നിട്ടും സീമന്തിനി ചേച്ചി ഇടയ്ക്ക് അവളെ ഇട്ട് ദ്രോഹിക്കാറുണ്ടായിരുന്നെന്ന് അവൾ വിളിച്ച് പറയാറുണ്ടായിരുന്നു. മേഘനാണെങ്കിൽ മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അവൻ ചെയ്ത തെറ്റിന് മുൻകൂർ ജാമ്യം എന്ന രൂപത്തിനാണ് ഓരോന്നും അവൻ പറഞ്ഞു വെച്ചത്.
അതെല്ലാം എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും കാര്യങ്ങൾക്കും അച്ഛനേക്കാൾ കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് ഞാൻ തന്നെയാണ്. ഇത്രയൊന്നും ഞാൻ കണ്ണനെ ശ്രദ്ധിച്ചിട്ടില്ല. മാത്രമല്ല അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ ഇവനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്നേ. നിന്റെ ജീവിതം ഇങ്ങനെയായി, എൻ്റെ മഞ്ജുവിൻ്റെ ജീവിതവും തകർന്നു. ഇനി എന്തിനാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നേ? അതെല്ലാം കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, തൽക്കാലം കണ്ണേട്ടൻ പറയുന്നത് കേട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിന്നും കൂടി നമുക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടിട്ട് ദുർഗ പൊട്ടിക്കരയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് മഞ്ജുവിനെ കൂട്ടി വാ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കാം. എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പ് എന്ന ബട്ടൺ ഓൺ ചെയ്ത് ഇഷ്ടമുള്ള പോയിന്റ് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ.